യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വലിയ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. അതിന് ശുശ്രൂഷയിലൂടെ ഇന്ന് കർത്താവ് കുടുംബങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ലോകത്തിൽ തിന്മ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വലിയ ഒരു ജലപ്രളയത്തിലൂടെ 40 ദിവസത്തെ തോരാമഴയിലൂടെ ഭൂമിയെ മുഴുവൻ നശിപ്പിച്ചു. നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിൻ്റെ ഉള്ളിലാക്കി അവർ മാത്രം രക്ഷപ്പെട്ടു. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിന് ശേഷം, ആ വലിയ ഒരു മഹാമാരിയും ആ നാശത്തിന് ശേഷം ഈ ഭൂമിയിലുണ്ടായിരുന്ന കുടുംബം എന്ന് പറയുന്നത് നോഹയുടെ കുടുംബമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9:18 മുതൽ 24 വരെയുള്ള വചനങ്ങൾ, പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ ഷേം, ഹാം, യാഫെത്ത് എന്നിവരായിരുന്നു. നോഹയുടെ 3 പുത്രന്മാരുടെ പേരുകൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഹാമായിരുന്നു കാനാന്റെ പിതാവ്. കാനാന്റെ പിതാവ് ഹാം ആയിരുന്നു. ഇവരാകുന്നു നോഹയുടെ 3 പുത്രന്മാർ. ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. ഉണ്ടോ? അപ്പോൾ ഒരു വലിയ ഒരു വംശനാശം മാനവരാശിക്ക് സംഭവിച്ചു. ആ ജലപ്രളയത്തിലൂടെ തിന്മ വർദ്ധിച്ച ജനത്തിന് ശിക്ഷ കടന്നു വന്നു. അങ്ങനെ മുഴുവൻ നശിച്ചു. അതിനുശേഷമുള്ള ഒരു കുടുംബമെന്ന് പറയുന്നത് നോഹയുടെ കുടുംബമാണ്. ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നോഹയുടെ 3 പുത്രന്മാർ, ഇവർ വഴിയാണ് ഭൂമി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞത്. അപ്പം അതിനുശേഷമുള്ളത് നോഹയുടെ സന്തതി പരമ്പരകൾ, തലമുറകളെയാണ് ഈ ലോകത്തിൽ പിരിയായിട്ട് നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നത്. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. നോഹ ഭൂമിയിൽ കൃഷി ചെയ്യുവാനായിട്ട് തുടങ്ങി. അവനൊരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു. ഒരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിച്ചു. വീഞ്ഞു കുടിച്ചു മത്തനായി നോഹ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. നോക്കൂ, ഒരു കുടുംബം, ജലപ്രളയത്തിനു ശേഷമുള്ള നോഹയുടെ കുടുംബം, നോഹ എന്ന പിതാവ് വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു നഗ്നനായിട്ട് അവിടെ കിടക്കുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത് 1-ാം സ്ഥാനത്ത് മദ്യപാനം തന്നെയാണ്. എത്രയോ കുടുംബങ്ങൾ നശിക്കുന്നു. എത്രയോ ഭാര്യമാരുടെ കണ്ണുനീര്. യുവതിയുവാക്കന്മാർ ലഹരിക്കടിമപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യവും അതുപോലെ ഡ്രഗ്സും മയക്കുമരുന്നും ഒക്കെ ആയിട്ട് ജീവിതത്തെ തകർത്തു കളയുക. അവളൊരു കുടുംബത്തിൻ്റെ തകർച്ചയിൽ മദ്യത്തിന് വലിയ ഒരു സ്ഥാനമെന്നുണ്ട്. ഒരമ്മ എന്നോട് പറയുകയാണ്, ജോലി ചെയ്യുന്നൊരു സ്ത്രീയാ, ഭർത്താവ് ജോലിക്കൊന്നും പോകത്തില്ല. ഇവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാശ് അത് ബലമായിട്ട് മേടിക്കും. നല്ലൊരു ശതമാനം ആ മനുഷ്യൻ കൊണ്ടുപോകും. മദ്യപാനവും ചീട്ടുകളെയും ചൂതുകളെയും ഒക്കെ ആയിട്ട് ആ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നു. എന്നിട്ട് വീട്ടിൽ വന്ന് നിരന്തരമായിട്ട് ഭാര്യയെ ഉപദ്രവിക്കും.
മക്കളൊക്കെ മടുത്തു തുടങ്ങി അപ്പനെ. ഇപ്പം കുടുംബത്തിൽ നിരന്തരമായിട്ട് കലഹം, സമാധാനമില്ല, സന്തോഷമില്ല. അങ്ങനെയുള്ള ഒരു കുടുംബം. ഈ അടുത്ത നാളിൽ ഒരമ്മ തൻ്റെ വേദനകൾ പങ്കുവെച്ചതാണ്. ഭർത്താവിൻ്റെ മാനസാന്തരത്തിനു വേണ്ടി മദ്യപാനമൊന്നും നിൽക്കാൻ വേണ്ടി ചീട്ടുകളിച്ച് ലക്ഷങ്ങൾ നശിപ്പിച്ചു, ചൂതുകളിച്ച് പണം നഷ്ടപ്പെടുത്തി. ഇതിൽ നിന്ന് ഭർത്താവിന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. അവരുടെ വരുമാനം കൊണ്ട് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. മടുത്തു ആ സ്ത്രീ ജീവിതം. ആ ജലപ്രളയത്തിന് ശേഷം നോഹയുടെ കുടുംബത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. വീഞ്ഞു കുടിച്ച് ലഹരിയിൽ കിടക്കുന്ന നോഹ. അടുത്ത വചനം പറയുന്നു, കാനാന്റെ പിതാവായ ഹാം തൻ്റെ പിതാവിനെ നഗ്നനായി കാണുകയും അക്കാര്യം പുറത്തുണ്ടായിരുന്ന തൻ്റെ സഹോദരന്മാരോട് പറയുകയും ചെയ്തു. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത് തങ്ങളുടെ തോളിലിട്ട് പുറകോട്ട് നടന്നുവെന്ന് പിതാവിൻ്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ച് പിടിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ നഗ്നത കണ്ടില്ല. ലഹരി വിട്ടുകൊണ്ടുന്ന നോഹ തൻ്റെ ഇളയ മകൻ ചെയ്തതെന്നറിഞ്ഞു. അവൻ പറഞ്ഞു, കാനാൻ ശപിക്കപ്പെടട്ടെ. ഒരു മകന് പിതാവിൻ്റെ ആ നഗ്നത ലഹരിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ട് മറ്റു സഹോദരങ്ങൾ പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവർ പോയി തുണിയെടുത്തിട്ട് അപ്പൻ്റെ നഗ്നത മറച്ചു. അപ്പന് തെറിഞ്ഞു. അപ്പന് ഈ കാനാനെ ശപിക്കുകയാണ്. കണ്ടു, ഒരു അപ്പൻ്റെ വായിലൂടെ ഒരു മകന് മേൽ ശാപം വീഴുകയാണ്. ഒരു കുടുംബത്തിൽ ലഹരി വരുത്തുന്ന വിനകൾ, ചീത്തവിളി, അനാവശ്യമായ വാക്കുകൾ, അശ്ലീല പദപ്രയോഗങ്ങൾ, ശാപത്തിൻ്റെ വാക്കുകൾ, അടിപിടി, കത്തിക്കുത്ത്, ബഹളങ്ങൾ, കേസുകൾ, ഇതിൻ്റെ എല്ലാം പിന്നിൽ മദ്യമെന്ന പിശാചുണ്ടെന്നുള്ളൊരു സത്യാവസ്ഥയാണ്. 800-1000 രൂപ ഒക്കെയാണ് കൂലിയൊക്കെ വാങ്ങി പലരും പണിയുന്നത്. എന്നിട്ട് നല്ലൊരു പങ്ക് വില കുറഞ്ഞ വിദേശ മദ്യം വാങ്ങിച്ച് കുടിക്കാനായിട്ട് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. ദരിദ്ര കുടുംബങ്ങൾ വീണ്ടും ദരിദ്രരായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കുടുംബത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല എന്നുള്ളതാണ്. പല സഹോദരിമാരും പറയുന്നുണ്ട്, സമാധാനം മാത്രം കിട്ടിയാൽ മതി, വേറെ ഒന്നും ആഹാരമില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനം മതി എന്നാണ് പറയുന്നത്. ഇവിടെ നോഹ തൻ്റെ മകനെ ശപിക്കുന്നതായിട്ട് കാണുന്നു. ഉണ്ടോ? ലഹരിയുടെ ഒരു അടുത്ത ഒരു ഭാഗം അവിടെ നടക്കുകയാണ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിൽ ഒരു കുടുംബമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ ഒരു കുടുംബം. ആ കുടുംബത്തിൽ യേശു ഉണ്ടായിരുന്നു, മറിയവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിൽ, കാനായിലെ കുടുംബത്തിൽ സംഭവിച്ചതെന്താ? അവിടെയും പ്രധാന വില്ലൻ എന്ന് പറയുന്നത് വീഞ്ഞാണ്. ഹല്ലേലൂയ. വീഞ്ഞാണ് അവിടുത്തെ വില്ലൻ. വീഞ്ഞ് തീർന്നു പോയി. കാരണം പാശ്ചാത്യരുടെ അല്ലെ അവിടെയൊക്കെ രീതി അനുസരിച്ച് അവിടെ രാജ്യങ്ങളിൽ അവർ ലഹരി കഴിക്കും, വീഞ്ഞു കുടിക്കും. അവിടുത്തെ കാലാവസ്ഥ അല്ല, അവിടുത്തെ രീതികൾ അങ്ങനെയാണ്. വിവാഹത്തിന് എല്ലാവർക്കും വീഞ്ഞു കൊടുക്കണം, നല്ല വീഞ്ഞു കൊടുക്കണം. അവിടെ വീഞ്ഞു തീർന്നു പോയി. പ്രളയത്തിനു ശേഷം നോഹയുടെ കുടുംബത്തിൽ നോഹയിലൂടെ കടന്നു വന്നത് ഒരു ശാപമാണെങ്കിൽ, ഇവിടെ ഇതാ കാനായിലെ കല്യാണ വീട്ടിൽ മധുരമായിട്ട് യേശു ഒരു പ്രതികാരം ചെയ്യുക, മധുരമായ ഒരു പകരം വീട്ടൽ. കാനായിലെ വീട്ടിൽ വീഞ്ഞു തീർന്നുപോയി. വെള്ളത്തെ അവൻ വീഞ്ഞാക്കിക്കൊണ്ട് ആ കുടുംബത്തെ അവൻ രക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. വെള്ളത്തെ അവൻ വീഞ്ഞാക്കി മാറ്റുന്നൊരു അത്ഭുതം. ആദ്യത്തെ അത്ഭുതം കാനായിലെ വീട്ടിൽ ചെയ്തു. അവിടെ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു, യേശുവുണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ ആ വലിയ ഒരു സങ്കടത്തിൽ, ആ വലിയൊരു വേദനയിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കുക. യേശു അവിടെ ഉണ്ടായിരുന്നു ആ കല്യാണ വീട്ടിൽ.
ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ കല്യാണങ്ങൾ നടക്കുന്നു. കല്യാണ വീടുകളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ? മാമോദീസായി നടക്കുമ്പോൾ, ആദ്യ കുർബാന സ്വീകരണം നടക്കുമ്പോൾ, കല്യാണം ഒത്തുകല്യാണം നടക്കുമ്പോൾ, ഇനി അതുപോട്ട് മരിച്ച് പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ ഇതാ സങ്കടം കൊണ്ട് മക്കളൊക്കെ മദ്യപിച്ച് സുബോധമില്ലാതെ കിടക്കുന്ന കാഴ്ചകൾ, ബന്ധുക്കളൊക്കെ കുടിച്ച് ലഹരിയിലായിരിക്കുന്നവർ, ഇതൊക്കെ നമ്മൾ കാണുന്ന സങ്കടകരമായ കാഴ്ചകളാണ്. മദ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു മോചനം വളരെ ആവശ്യമുണ്ട്. നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അമ്മമാരെ, നിങ്ങളുടെ കണ്ണുനീരിന് കർത്താവ് മറുപടി നൽകാനായിട്ട് പോവുകയാണ്. ഈ ഒരു മാസം മുൻപ് ഞാൻ നടത്തിയ ഒരു ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ, ആ മകന് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് വലിയ വിഷമത്തിലാണ്. 3 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട്, ബന്ധങ്ങൾ, ഭാര്യയെ വേണ്ടവണ്ണം സ്നേഹിച്ചില്ല. കുടുംബ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. ഭാര്യ ഡിവോഴ്സിന് കേസ് കൊടുത്തു. ഞാൻ അവരുമായിട്ട് സംസാരിക്കാനിട അവസരമുണ്ടാക്കി. ഈ മകന് തൻ്റെ തെറ്റുകൾ മുഴുവൻ ബോധ്യപ്പെട്ടു. തെറ്റുകൾ തിരുത്തുവാനായിട്ട് തയ്യാറായി. ജീവിത പങ്കാളി വിവാഹമോചനം വേണ്ടെന്ന് വയ്ക്കുന്നു. ഒന്നിച്ചു ജീവിക്കുവാൻ തീരുമാനം. ഇന്ന് ആ കുടുംബം വലിയ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ആ വിട്ടുവീഴ്ച ചെയ്യുവാനും ക്ഷമിക്കുവാനും ഒക്കെ തയ്യാറായാൽ എല്ലാം നേരെയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കടുത്ത വാശിയും വൈരാഗ്യവും ഹൃദയത്തിൽ സൂക്ഷിക്കുക പാടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ ഈ മനുഷ്യൻ്റെ കൂടെ ഇനി ജീവിക്കത്തില്ല. അത്രമാത്രം വേദനയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അവഗണനയും തിരസ്കരണം അനുഭവിച്ചു, മടുത്തു. കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുത്തു. ആ മകൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി ക്ഷമ ചോദിച്ചു രമ്യതപ്പെട്ടു. ഇന്നവർ ഒറ്റ ഹൃദയമേ ഒറ്റ മനസ്സായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. മദ്യപിക്കുന്ന ഭർത്താവിനെ ഓർത്ത്, മദ്യപിക്കുന്ന മകനെ ഓർത്ത് വേദനിക്കുന്ന പ്രിയ സഹോദരിമാരെ, നിന്റെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം നൽകും. കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. ജെറമിയ 23:23-24 വചനങ്ങൾ കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ നിങ്ങൾക്ക് ഞാൻ ദൈവം? നിന്റെ കുടുംബത്തിൻ്റെ കണ്ണുനീരും തകർച്ചകളൊക്കെ യേശു അറിയുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്. അവൻ ഇടപെടും. പ്രാർത്ഥിക്കാൻ ആരെങ്കിലും വേണം. ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമായിട്ട് ഉണ്ടാവും. വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? എനിക്ക് കാണാൻ കഴിയാത്ത വിധം ആർക്കെങ്കിലും രഹസ്യ സങ്കേതങ്ങളിൽ ഒളിക്കാൻ സാധിക്കുമോ? ആർക്കും പറ്റില്ല. ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ, അവിടുത്തെ തിളക്കമേറിയ പ്രകാശമേറിയ കണ്ണുകളെ മറഞ്ഞിരിക്കുവാൻ ആർക്കും സാധ്യമല്ല. അവിടുന്ന് സമീപസ്ഥനാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണിത് ചോദിക്കുന്നത്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനല്ലേ ഞാൻ? കർത്താവാണ് ചോദിക്കുന്നത്. ഈ കർത്താവ് തകർന്ന നിന്റെ കുടുംബത്തിൽ നിന്റെ കൂടെയുണ്ട്. ഏത് തകർച്ചയിൽ നിന്നും കർത്താവിന് നിന്നെ രക്ഷിക്കാനാവും. നീ ഏത് മദ്യത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിലും അതിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച് രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് സാധിക്കും. ഒരിക്കലും നിന്റെ കുടുംബത്തെ കർത്താവ് തള്ളിക്കളയത്തില്ല. കാനായിലെ വീട്ടിൽ ആ കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥം പറയാൻ അമ്മയുണ്ടായിരുന്ന പരിശുദ്ധ അമ്മ. തകർന്ന കുടുംബങ്ങളിലുള്ളവർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. യേശുവിൻ്റെ രക്ഷാകര ജീവിതം ധ്യാനിക്കുമ്പോൾ തന്നെ സ്വർഗീയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവിടുന്ന് സമീപസ്ഥനായ ദൈവമാ.
അവൻ നമ്മുടെ കൂടെ വസിക്കുന്നവനാ, നമ്മുടെ കൂടെ നടക്കുന്നവനാ. നിന്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര്, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസമല്ല ജോലി, എല്ലാ വേദനകളും എല്ലാ ഭാരങ്ങളും യേശുവിനറിയാം. ഒരിക്കലും നിന്റെ കുടുംബം തകർന്നു പോകുവാൻ, നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. പക്ഷേ നീ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. എന്തു തകർച്ചയും വന്നോട്ടെ, ഏത് പ്രതികൂലങ്ങളും വന്നോട്ടെ, നിന്റെ കുടുംബം തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നീ വിശ്വാസത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. സക്കറിയ 12:10 ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. പ്രാർത്ഥനയുടെയും കൃപയുടെയും ചൈതന്യം ഞാൻ അവിടെ മേൽ പകരും. നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടതാ, ദൈവ കൃപ കൊണ്ട് നിറയണം. പ്രാർത്ഥനാ ചൈതന്യം കൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങൾ നിറയണം. പല കുടുംബങ്ങളിലും ഇല്ലാത്തതും അതുതന്നെയാണ്. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ നിലനിൽക്കത്തില്ല, തകർന്ന് തരിപ്പണമാകും. പ്രാർത്ഥനയുള്ള കുടുംബങ്ങൾ, ഹൃദയ ഐക്യമുള്ള കുടുംബങ്ങൾ നിലനിൽക്കത്തുള്ളൂ, അല്ലാത്ത കുടുംബങ്ങൾ തകർന്നു പോകും. സങ്കീർത്തനം 35:13 അവർ രോഗികളായിരുന്നപ്പോൾ ഞാൻ ചാക്കൊടുത്ത് ഉപവസിച്ച് ആത്മപീഡനമേറ്റു. ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ആത്മപീഡനമേറ്റുവാങ്ങി. ഭർത്താവിനെയും മക്കളെയും അവരുടെ മദ്യപാനവും പാപജീവിതമൊക്കെ വേദനിക്കുന്ന സഹോദരിമാരെ, നിങ്ങളുടെ മനസ്സേൽക്കുന്ന ആ ആത്മപീഡനങ്ങൾ, ആ നൊമ്പരങ്ങൾ കർത്താവിന് കൊടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. ശിരസ്സ് നമിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു. ഉണ്ടോ? കണ്ണുനീരിൻ്റെ പ്രാർത്ഥന, ഹൃദയം നിലവിളിച്ചുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും കർത്താവ് മറുപടി നൽകും. അത് നമ്മൾ തിരിച്ചറിയണം. തകർന്നുപോയ നിന്റെ കുടുംബത്തെ പണിതുയർത്തുവാൻ കർത്താവിന് സാധിക്കും. ഒരുപക്ഷെ വൻ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, അല്ലെ വിവാഹം കഴിപ്പിച്ചയച്ച മകളും ഭർത്താവും തമ്മിലുള്ള വിഷയങ്ങളായിരിക്കാം, അല്ലെ മദ്യത്തിനടിമയായ മകനായിരിക്കാം, അല്ലെ മയക്കുമരുന്നിന് അടിമയായി തീർന്ന മകനായിരിക്കാം. ഈ അടുത്ത നാളിൽ ഒരു പിതാവ് എന്നോട് പറയുകയാണ്, മയക്കുമരുന്ന് കേസിൽ എൻ്റെ മകൻ 3 തവണ ജയിലിൽ കിടന്നു. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മയക്കുമരുന്നിന് അടിമയായിട്ട് തീർന്നു. കോളേജ് വിദ്യാഭ്യാസമൊക്കെ എല്ലാം ഉഴപ്പിക്കളഞ്ഞു. മയക്കുമരുന്ന് വിൽപ്പനയാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ ജോലി. അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരപ്പൻ എന്നോട് കണ്ണുനീരോടെ പറഞ്ഞ വാക്കുകളാണ്. ആ അപ്പനും അമ്മയും വലിയ സങ്കടത്തിലാണ്. ഒരു മോളെന്നെ അതിനെ കെട്ടിച്ചു വിട്ടു, ഒരു മകനേ ഉള്ളൂ. 3 തവണ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ. ഇപ്പോഴും അവൻ മയക്കുമരുന്ന് വിൽപ്പനയും മദ്യപാനവും അവൻ്റെ ലോകത്തിൽ ജീവിക്കുക. വീട്ടിലൊന്നും ചെല്ലാറില്ല, വർഷത്തിൽ ഒന്നൊക്കെ ചെന്നാലായി. എങ്ങനെയൊക്കെയോ എവിടെയൊക്കെയോ ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ഈ അപ്പച്ചന് 72 വയസ്സ് പ്രായമുണ്ട്, അമ്മച്ചിക്ക് 65 വയസ്സ് പ്രായമുണ്ട്. മകനെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൻ. അവൻ ഇന്നുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അവന് വയസ്സ് 38 മയക്കുമരുന്നിന് ലഹരിക്കും അടിമപ്പെട്ട് ജീവിതത്തെ തകർത്ത ഒരു ചെറുപ്പക്കാരൻ. തകർന്ന ഹൃദയങ്ങളുടെ വേദന, ഈ വേദന ദൈവത്തിന് മുമ്പിലുണ്ട്. സങ്കീർത്തനം 94:14 കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കയില്ല, അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കത്തില്ല. കർത്താവിൽ ആശ്രയിച്ച ആരെയും അവൻ ഉപേക്ഷിച്ച് കളയത്തില്ല, അവൻ തള്ളിക്കളയത്തില്ല. തകർന്ന നിന്റെ കുടുംബത്തെ പുനരുദ്ധരിക്കുവാൻ, പണിതുയർത്തുവാൻ
നഷ്ടപ്പെട്ട സകല നന്മകളും ഐശ്വര്യങ്ങളും നൂറിരട്ടിയായിട്ട് നിൻ്റെ കുടുംബത്തിന് തിരിച്ചു തരാനായിട്ട് എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ യേശുവിന് കഴിയും. നീ അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. കാനായിലെ കല്യാണ വീട്ടിൽ ആ വേദനയിൽ പരിശുദ്ധ അമ്മ മധ്യസ്ഥം പ്രാർത്ഥിച്ചു. നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. അമ്മയോടുള്ള പ്രാർത്ഥനയ്ക്ക് അതിന് വലിയ വിലയുണ്ട്. അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും ഉപേക്ഷിക്കാത്തവനായ ദൈവം, ഒരിക്കലും നിന്നെ തള്ളിക്കളയാത്തവനായ ഒരു ദൈവമുണ്ട്. ദൈവം ഇന്ന് ഏറ്റവും അധികം സങ്കടപ്പെടുന്നത് എന്തോർത്താ? കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയോർത്ത, കുടുംബ ബന്ധങ്ങൾ അന്യം നിന്ന് പോകുന്ന ഓർത്ത, കുടുംബ ബന്ധങ്ങൾ അന്യം നിന്ന് പോകുന്നു, രക്തബന്ധങ്ങൾ മുറിക്കപ്പെടുന്നു. ബന്ധങ്ങളുടെ തകർച്ചയിലാണ് ദൈവം ഇന്ന് വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അകന്നു ജീവിക്കുന്നു, അല്ല കേസുകൾ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ്. ഒരു സഹോദരി എന്നോട് പങ്കുവച്ചൊരു അനുഭവമാണ്. ഭർത്താവിൽ നിന്നിപ്പോൾ അകന്നു ജീവിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. ആങ്ങളയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. 2 മക്കളുണ്ട്. മകന് 24 വയസ്സായി, മോള് കോളേജിൽ പഠിക്കുന്നു. 5 വർഷം മുൻപ് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. നല്ല വീടുണ്ട്, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മദ്യപാനത്തിനും അതുപോലെ വ്യഭിചാര ജീവിതത്തിനൊക്കെ അടിമയായ ഭർത്താവ്, തോന്നിവാസം ജീവിക്കുന്ന ഭർത്താവ് 5 വർഷം മുൻപ് വീട്ടിൽ നിന്നവരെ പുറത്താക്കി. ആങ്ങളെ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആങ്ങളയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. മൂത്ത മകൻ ഇപ്പോൾ ചെറിയ ജോലിയൊക്കെ ഉണ്ട്. ഇളയ മോള് പഠിക്കുന്നു. ഈ ചേച്ചി എന്തോ ഒരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ച് കടന്നുപോയ ഭർത്താവ് സ്വന്തം വീട്ടിൽ മദ്യപാനവും കൂട്ടുകെട്ടും, അങ്ങനെ ഭർത്താവ് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്കുള്ള ജീവിതം ആ മനുഷ്യൻ. എൻ്റെ കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. അതിൻ്റെ പിന്നിൽ മദ്യമുണ്ട്, സ്വാർത്ഥതയുണ്ട്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടേ? ഇതിൽ നിന്നൊരു മോചനം നമ്മുടെ കുടുംബങ്ങൾക്ക് ആവശ്യമല്ലേ? ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് കുടുംബ ബന്ധങ്ങളുടെ അകൽച്ചകളും തകർച്ചകളും പരാജയങ്ങളും. അതിൻ്റെ പിന്നിൽ മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്, സംശയമുണ്ട്, ആധുനിക മാധ്യമങ്ങളുടെ കടന്നുകയറ്റമുണ്ട്. ഇതെല്ലാമുണ്ട്. നമ്മളെ കുടുംബങ്ങൾ നന്നായിട്ട് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ ജാഗ്രതയുള്ളവരായിട്ട് മാറണം. ഒറ്റ മനസ്സോടെ മാതാപിതാക്കളും മക്കളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകണം. പരസ്പരം ഹൃദയങ്ങൾ തുറന്ന് പങ്കുവെച്ച് അങ്ങനെ സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനമെടുക്കണം. എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിനെയും അമ്മയെയും നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് വിളിക്കാം. അമ്മയും ഈശോയും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് ഒരു തകർച്ചയും ഉണ്ടാവത്തില്ല. സഹനങ്ങളിലും വേദനകളിലും അവർ നമ്മുടെ കൂടെയുണ്ട്. ഒന്നിനും കുറവുണ്ടാകാത്ത വണ്ണം ഈശോയും മാതാവും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും പരിപാലിക്കും. നമുക്ക് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും തീഷ്ണതയുള്ളവരായിട്ട് മാറാം. അങ്ങനെയുള്ള കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല, തലമുറ നശിച്ചു പോകത്തില്ല. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.